ഏർലി മോർണിംഗ് പോവാൻ റെഡി ആയിട്ടും ആ ടി വി കാണാനുള്ള ത്വര ഒന്ന് നിങ്ങൾ കാണണം. പോണ്ടേ? പോവാനായിട്ട് റെഡി ആയിട്ട് കിടന്നുറങ്ങുന്ന കാഴ്ച, റെഡി ആയിട്ട് ടി വി കാണുന്ന കാഴ്ചയാണ് ആ കാണുന്നത്. അപ്പം ഇന്ന് വേറെ ചെയ്തിരിക്കുന്നത് നമ്മുടെ ലാവണ്യ ചേച്ചിയുടെ അൽനംബൈ ലാവണ്യ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നുള്ള ചേച്ചിയുടെ ഡിസൈൻ ചെയ്ത ഒരു ഫ്രോക്കാണ്. അപ്പം ചേച്ചി ഇത് തന്നിട്ട് ആക്ച്വലി 3 months ആയി. 3 monthsൻ്റെ ഇടയിൽ എനിക്കിത് ഇടാനുള്ളൊരു ഒക്കേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം ഇട്ടപ്പോൾ ഇത് ഭയങ്കര ടൈറ്റായി. പിന്നെ മമ്മി അതൊന്ന് ഓൾട്ടർ ചെയ്തൊക്കെ തന്ന് ഇപ്പം റെഡിയാക്കിയിട്ടാണ് ഞാനത് ഇട്ടിരിക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് കോട്ടയം. ഇത്രയും തണുപ്പ് പക്ഷെ ഫീൽ ചെയ്യാറില്ല. നമ്മുടെ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് തണുപ്പ്. പക്ഷെ ഈ സമയം നമ്മൾ കാണാറില്ല, അതാണ് സത്യം. സോ രാവിലെ തന്നെ ഇറങ്ങി. ഇവിടെ നിന്ന് ഏകദേശം ഒരു 3.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. നമ്മൾ പോകുന്നത് അയ്യോ 3.5 hours. അതങ്ങനെ അങ്ങനെ വരും ഇടയ്ക്ക്, അറിയാണ്ട് എന്തെങ്കിലുമൊക്കെ വരും. ഓക്കെ, അപ്പോൾ അത്രയും അവേഴ്സിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അത്രയും കിലോമീറ്റർ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയും ഏർലി മോർണിംഗ് തന്നെ ഇറങ്ങിയത്, റിട്ടേൺ കുറച്ച് നേരത്തെ വരാൻ വേണ്ടിയിട്ട്. ആൻഡ് പോകുന്ന വഴിക്ക് അനുവിനെയും പിക്ക് ചെയ്യാനുണ്ട്. അനു നമ്മളുടെ കൂടെ വരുന്നു. അപ്പോൾ ഈ ഡ്രസ്സ് ആക്ച്വലി നിങ്ങൾക്ക് അങ്ങനെ കാണുമ്പോൾ വിയേർഡായിട്ട് തോന്നുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദിസ് ഇസ് സപ്പോസ് ടു വിയർ വിത്തൗട്ട് ദിസ് ടീഷർട്ട്. പക്ഷേ എനിക്കത് അത്ര കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് ഞാനത് ഈ ടൈമിൽ കേട്ടോ, ഈ ഒരു ടൈമിൽ കുറച്ച് വെയിറ്റ് ഗെയിൻ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഐ നോട്ട് ബി കംഫർട്ടബിൾ. അതുകൊണ്ടാണ് കേട്ടോ ഈ ടീഷർട്ട് ഇപ്പം എടുത്തിട്ടേക്കുന്നത്. പക്ഷെ ഇത് പെയർ ചെയ്തപ്പോൾ എനിക്കൊരു ഭംഗി തോന്നി, അതുകൊണ്ട് ഇട്ടതാണ്. സോ എന്തായാലും താങ്ക്സ് ടു ലാവണ്യ ചേച്ചി ഫോർ ദിസ് ഡ്രസ്. ആൻഡ് പിന്നെന്താ, ഒരു ഉറക്കച്ചടച്ചിലൊക്കെ ആയിരുന്നു. രാവിലെ തന്നെ കുറേ ജ്യൂസും ചായയും എല്ലാം കൂടെ തന്ന് കഷ്ടപ്പെട്ട് 5 മണിക്ക് എഴുന്നേറ്റിരുന്ന് പീലിംഗ് ആണ്. ഞാൻ നോക്കുമ്പോൾ പച്ചക്കറിയും ഇതൊക്കെ എനിക്കറിയില്ലായിരുന്നു ഇത്ര രാവിലെ ജ്യൂസ് എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ നോ പറഞ്ഞേനെ. കാരണം ഞാൻ കാണാതെ എല്ലാ ദിവസത്തെ റൊട്ടീൻ അനുസരിച്ചിട്ട് ആള് മൈ ഗോഡ് ABC ജ്യൂസ് പ്രിപ്പയർ ചെയ്ത് തന്നതാണ്. പിന്നെ കൂടെ ഉള്ളത് മമ്മിയാണ്. നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എത്താറായി. എന്തായാലും പോകുന്ന വഴിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് കാണാനുള്ള ഭാഗ്യമുണ്ട്. ഇതായിരിക്കുന്നു നമ്മുടെ ഫ്ലൈറ്റ്. യെസ്, കറക്റ്റ് അതിന്റെ മുന്നിൽ ടച്ച് ഔട്ടി. സിഗ്നേച്ചർ. ബൈ. ഓക്കെ, കോട്ടയം പോകാന്നുള്ള പ്ലാൻ ഇപ്പോൾ നമ്മൾ പയ്യൊന്ന് ചവിട്ടുകയാണ്. പകരം ഇപ്പോഴാണ് ഇപ്പോഴാണ് ഇവള് പറയുന്നത് വേറൊരു ഷോപ്പിന്റെ കാര്യം. ആൻഡ് ഇറ്റ്സ് ഇൻ തൃശ്ശൂർ. അപ്പൊ നമ്മള് ഇത്രയും ദൂരം പോവണ്ട, ഇവിടെയും ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് പറഞ്ഞിട്ട് ഇതിനെ കയറ്റി കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ ഡിസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്തത്. വെറുതെ 5 മണിക്ക് എഴുന്നേറ്റു. 5 മണിക്ക് എഴുന്നേറ്റ് ഉറക്കവും കളഞ്ഞ് രാവിലെ തന്നെ കുറെ ഫുഡ് കുത്തിയിട്ട് മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക. മനസ്സിലായി? നീ ചൊല്ലിയില്ല. ഞാൻ മറ്റേ ഭരണങ്ങാനൊക്കെ പോവാന്ന് ഓർത്താ. ഓ ഗോഡ്, ഇച്ചിരി കഴിഞ്ഞിട്ട് വരാം. അഗെയിൻ തൃശ്ശൂരല്ല എന്നുള്ള സത്യം അറിഞ്ഞിരിക്കുന്നു. ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കോടെന്ന്. അതേ ഒറ്റക്കിടന്ന് ഉറങ്ങണു സുഖമായിട്ട്, എല്ലാം ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി തൃശ്ശൂര് കഴിഞ്ഞ് വേണം കുത്താംപുള്ളി അല്ലേ? കുത്താംപുള്ളി അപ്പൊ എനിക്ക് തോന്നുന്നു കുറെ കൂടെ പോകാനുണ്ട്. ഇനിയും ഒരു 40 കിലോമീറ്റർ ഉണ്ട് തൃശ്ശൂരൊക്കെ കഴിഞ്ഞിട്ടും. അപ്പൊ രാവിലെ മുതൽ പ്ലാനുകളെല്ലാം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മൾ കോട്ടയം പറഞ്ഞു, അത് കഴിഞ്ഞ് അനു വന്ന് അനുവിൻ്റെ
പ്ലാൻ അനുസരിച്ചിട്ട് അനു പറഞ്ഞു കുത്താമ്പുള്ളി എന്ന് പറഞ്ഞിട്ട് AR ഹാൻഡ്ലൂംസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പുണ്ട്, കുത്താമ്പുള്ളി എന്ന് പറയുന്ന പ്ലേസിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് തൃശ്ശൂരാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വേഗം നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ തൃശ്ശൂർ എത്താറായപ്പോഴാണ് നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞപ്പോൾ റിയലൈസ് ചെയ്യുന്നത് ഇത് പാലക്കാട് കഴിഞ്ഞിട്ടാണ്. സോ കുതിരാൻടണിലൊക്കെ ഇപ്പോൾ ഇത് ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഫൈനലി ഇതാ AR ഹാൻഡ്ലൂംസ് നമ്മൾ എത്തിയിട്ടുണ്ട്. ഒരു 1.5 മണിക്കൂറത്തെ ജേണി. ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഒരു ചേട്ടനിരുന്ന് സാരി വീവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അത് കാണപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു എക്സൈറ്റ്മെൻറ്റായി, നല്ലൊരു ക്യൂരിയോസിറ്റി, ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ചെന്നപ്പോൾ തന്നെ ഒത്തിരി സാരീസ് കാണിച്ചെങ്കിലും എൻ്റെ ഈ ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഏത് ചൂസ് ചെയ്യും, ഏത് എടുപ്പിക്കും, ഒരു ഐഡിയ ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥയാണ് കേട്ടോ. കാരണം അത്രയും ഓപ്ഷൻസ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ എടുത്തിട്ട് പോകാനുള്ള ഒരു തോട്ടാണ് കേട്ടോ. അത് കാണുമ്പോൾ അതിഷ്ടപ്പെടും, പിന്നിടുമ്പോൾ അതിഷ്ടപ്പെടും. അങ്ങനെ വന്നപ്പോൾ തന്നെ ഞെട്ടിച്ചൊരു സംഭവം, ആ ചേട്ടൻ അവിടെ ഇരുന്നത് ആ വീവ് ചെയ്യുന്ന ആ ഒരു പോർഷൻ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ ഒരു കോർണറിലായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ തന്നെ ചെയ്യുന്നത് ലൈവായിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റായി. സാരി അത്രയും ഭംഗിയുള്ളതായിരിക്കും. അപ്പോൾ ഞാൻ അനു പറയുന്നതിന് മുൻപ് ഈ പ്ലേസിനെ കുറിച്ച് അധികം ഞാൻ കണ്ടിട്ടില്ല. പിന്നെ കുറേയൊക്കെ അനു പറഞ്ഞതിന് ശേഷമാണ് പേജൊക്കെ എൻ്റെ അടുത്ത് നോക്കുന്നതും. അപ്പോഴാണ് ഇവിടുത്തെ സാരിയുടെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അറിയാൻ തുടങ്ങിയത് കേട്ടോ. ഇവിടെ വന്നിട്ട് മൊത്തത്തിൽ കൺഫ്യൂഷൻ അടിച്ചു ഞങ്ങൾ. ഇനി ഉടുത്ത് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. എനിക്ക് ഈ ഗ്രീൻ വേണമെന്നാണ്, കാരണം വളയക്കാപ്പിന് ഒരു ഗ്രീൻ എടുക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ഗ്രീൻ നോക്കുന്നത്. പച്ചമുടി ഇത് വെച്ചില്ലല്ലോ. അതും കൂടി ചേട്ടാ. ഫസ്റ്റ് തന്നെ എടുത്തു നോക്കുന്നത് മമ്മിയുടെ സജഷനിലുള്ള സാരിയാണ് കേട്ടോ. മമ്മി ആദ്യം തന്നെ കാണിച്ചു തന്നൊരു സാരിയാണ്. ഞങ്ങൾക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഒരു പാറ്റേൺ ഒക്കെ ഒരു മറ്റുള്ള സാരിയിൽ നിന്നൊരു ഡിഫറൻസ് തോന്നിയോണ്ട് ആദ്യം അത് തന്നെയാണ് ട്രൈ ചെയ്തത് കേട്ടോ. ഓർഡർ ഭംഗിയില്ല, ഓർഡർ നമ്മൾ വർക്ക് ചെയ്യല്ലേ. വീണ്ടും നോക്കുമ്പോൾ ആ ചേട്ടൻ്റെ പണി അവിടെ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. നമുക്ക് സാരിയിലുള്ള കൺഫ്യൂഷൻ തീർന്നിട്ടില്ല. അപ്പോൾ അടുത്ത സാരി വീണ്ടും നമ്മൾ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ചേച്ചി ഭയങ്കര കൂളായിട്ട് പറയുന്ന എല്ലാ ഓപ്ഷൻസ് എടുത്ത് നല്ല അടിപൊളിയായിട്ട് കാണിച്ചു തരാനുള്ള മനസ്സ് കാണിക്കുന്നുള്ളതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല.
അപ്പോൾ ഗ്രീൻ തന്നെ നോക്കുന്നത് എന്താണെന്നുള്ള സംശയം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. കാരണം എടുത്തിടുന്ന സാരി മൊത്തം ഈ ഒരു ഗ്രീൻ ടിൻറ്റിൽ വരുന്നതിൻ്റെ ഒരു സംശയം സ്വാഭാവികമായിട്ടും വരും. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ വഴിയെ പറയാം കേട്ടോ. അപ്പോൾ സാരി 2-3 ട്രൈ ചെയ്തു. അപ്പോൾ ഇതിലൊരു സാരിയാണ് ചൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സജഷൻ ഉണ്ടാവും. ആ സജഷനായിട്ട് എൻ്റെ ഇഷ്ടങ്ങളും മാച്ച് ചെയ്യണമല്ലോ. അപ്പോൾ അത് നോക്കിയിട്ട് ഒരെണ്ണം ചൂസ് ചെയ്തു ഫൈനലി. അപ്പോൾ അത് ഏതാണെന്നുള്ളത് ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ സാരി ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞ് ഇനി അടുത്ത സെക്ഷനിൽ പോവാണ്. ബാക്കി എല്ലാവർക്കും, അനുവിനും മമ്മിക്കും പിന്നെ അതുപോലെ ബാക്കി കുറച്ച് റിലേറ്റീവ്സിനൊക്കെ ആയിട്ട് സാരി നോക്കാനായിട്ട് അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. ഇനി ഇവിടെയുണ്ട് കുറച്ച് നേരത്തെ ഒരു സ്ട്രഗിൾ. സത്യം പറഞ്ഞാൽ എന്നേക്കാൾ കൂടുതൽ ടൈം എടുത്തത് അനുവിനും മമ്മിക്കാണ് കേട്ടോ. ഒരു 1.5 മണിക്കൂറത്തെ സെലക്ഷൻ പ്രൊസീജിയറാണ് ഇവർക്ക് വേണ്ടി നടന്നത്. എവിടെ അവിടേക്കാണെന്ന് തോന്നുന്നു. ഒറ്റക്കരയാണെന്ന് പറ അവരോട്. അടുത്തതായിട്ട് എൻ്റെ വളരെ നാളത്തെ ഒരു ആഗ്രഹമാണ് ഒരു സെറ്റ് മുണ്ട് വാങ്ങിക്കുക എന്നുള്ളത്. കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒറ്റക്കരയുള്ള പല കളറിൻ്റെ ഒക്കെ സെറ്റ് മുണ്ട് എടുക്കാമെന്ന്. അപ്പോൾ അത് സിമ്പിളാണ് പറയുമ്പോൾ ഈ ആഗ്രഹം, പക്ഷേ അത് ഇതുവരെ എനിക്ക് വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് ഒറിജിനലായിട്ട് അവർ നെയ്തെടുക്കുന്നിടത്ത് നിന്ന് തന്നെ ആകുമ്പോൾ അതിലേറെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ സ്ഥലത്താണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. അങ്ങനെ അത് ആഗ്രഹം നിറവേറ്റാൻ പോവുകയാണ്. അല്ല, ഈ കുട്ടിക്ക് ലെങ്ത് വേണം. ഷോള് നിങ്ങൾ ഇതാ ഇഷ്ടം. സാധാ സിമ്പിളായിട്ട് ഏകദേശം ഉച്ചയാവാറായിട്ടുണ്ട്. ഒരുവിധം സാരി ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു. നല്ല ക്ഷീണമാവുന്നുണ്ട്. ഇത്രയും നേരം ഈ ഓടി നടന്ന് ഓരോരുത്തരുടെയും സെലക്ട് ചെയ്യാൻ കൂടെ നിന്ന് ഞാൻ മടുത്തു കേട്ടോ. മമ്മിയുടെ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒരു സാരി വാങ്ങിക്കാൻ വന്ന ആൾ സത്യത്തിൽ ഏതാണ്ട് 4 സാരിയോ 5 സാരിയോ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഏതൊക്കെ എടുത്തതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് അതാണ്. ഞങ്ങളുടെ മുഖത്തെ എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ഇവിടെ വാരി കൂട്ടുന്നതെന്നുള്ള രീതിയിലാണ് നോക്കുന്നത്. എന്നിട്ട് ഇനിയിപ്പോൾ മമ്മി അടുത്തത് അതിൻ്റെ എന്താ പറയുക ലൈനിങ് പിന്നെ അതുപോലെ അങ്ങനെയുള്ള മെറ്റീരിയൽസൊക്കെ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എത്രയും സമയമായി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കൺട്രോൾ പോയി തുടങ്ങി. അപ്പോൾ വിശന്നിട്ടാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ അത് ഇവിടെ ഇരുന്ന് എക്സ്പ്രഷൻ കാണിക്കുന്നുണ്ട്, വിശക്കണു. അപ്പം ചോദിക്കുന്നത് ഇത് തന്നെയാണ്. 12-12:30 ആയിട്ടുള്ളൂ. പക്ഷെ എന്നാലും ഇത്രയും ഒരു ലോങ് ജേണി എല്ലാം കൂടെ ക്ഷീണം ടയർഡും ഒക്കെ ആയി. കഴിഞ്ഞു. ചായ കൊടുത്തിട്ട് ഇവിടെ തന്നെ സാരിയുടെ കെട്ടിട്ടൊക്കെ തരും കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്ത സാരികളിലെല്ലാം നമ്മളിവിടെ കെട്ടിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ലൈവായിട്ട് തന്നെയാണ് ആ ചേച്ചി ഇരുന്ന് നമുക്കിത് ചെയ്ത് കാണിച്ചു തരുന്നത്. അതേപോലെ അവിടെ വീവ് ചെയ്യുന്നത് ഇപ്പുറത്ത് കാണാൻ പറ്റുന്നുണ്ടാവും നിങ്ങൾക്ക്. എല്ലാം ലൈവായിട്ട് തന്നെയാണ് അവർ ചെയ്യുന്നത്. ഇത് കുറച്ച് കൂടിപ്പോയ ഒരു ആഗ്രഹമായിരുന്നിരിക്കാം. എന്നാലും എനിക്കൊന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നി. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് അതാണിപ്പോൾ നിങ്ങൾ കാണുന്നത്. ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടോ. അത് കുറച്ച് നേരം ഒന്ന് ചെയ്ത് നോക്കിയെന്നല്ലാതെ ഒരുപാട് നേരം ഞാൻ ഇരിക്കാനായിട്ട് ശ്രമിച്ചില്ല. കാരണം വെറുതെ എന്തിനാ ചേട്ടന് പണി കൊടുക്കുന്നതെന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും അനുവിനും ഒരാഗ്രഹം തോന്നി. അനുവും കയറിയിരുന്നു. അപ്പോൾ ആ ചേട്ടനാണെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹം പറയുന്ന എല്ലാവരെയും ആ ചേട്ടൻ ആരുടെ അടുത്തും നോ പറയുന്നില്ല. എല്ലാവരെയും ഇരുത്തി ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതൊക്കെ നമ്മളുടെ സൈഡിൽ നിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ ഇതൊന്നും ഇതുവരെ ചെയ്ത് നോക്കാത്തത് അല്ലെങ്കിൽ കാണാത്തതായിട്ടുള്ള ആൾക്കാർക്കൊക്കെ എപ്പോഴും ഉള്ള ഒരു
ക്യൂരിയോസിറ്റിയാണ്, ഒരു സാരി എങ്ങനെയാണ് ഇതിങ്ങനെ മേക്ക് ചെയ്ത് വരുന്നത് എന്നുള്ളതൊക്കെ. അപ്പം അത് ചെയ്ത് കാണുന്നതിനേക്കാളും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് അത് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ. ഞങ്ങൾ രണ്ടുപേരും അത് തന്നെ കുറച്ച് നേരം സത്യം പറഞ്ഞാൽ അവിടെ നോക്കി നിന്നിരുന്നു ആ ചേട്ടൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അത് കണ്ടപ്പോഴാണ് ആ ചേട്ടൻ ചെയ്ത് നോക്കിക്കോ എന്ന് പറഞ്ഞ് നമ്മളത് ചെയ്ത് നോക്കാനൊരു അവസരവും തന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ എല്ലാവരും എടുത്ത് കഴിഞ്ഞു. ഇനിയുള്ളത് ഇച്ചാൻ്റെ ഡ്രസ്സാണ്. അപ്പം ഇച്ചാൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാരിയായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ അതൊന്നെങ്കിൽ ഡിസൈൻ ചെയ്ത് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. പക്ഷേ ഇവിടെ റെഡിമെയ്ഡ്സിൽ തന്നെ ഉണ്ടായിരുന്നു. അത് കുറച്ച് നോക്കി. അതേപോലെ തന്നെ ഇവരുടെ തൊട്ട് അപ്പുറത്ത് തന്നെ വേറൊരു ബിൽഡിംഗ് കൂടിയുണ്ട്. അവിടെ മെൻസിന് വേണ്ടി സെപ്പറേറ്റ് ഒരു യൂണിറ്റ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ നമ്മൾ പോയി വിസിറ്റ് ചെയ്തായിരുന്നു. ആൻഡ് ദെൻ ഫൈനലി ബില്ലിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇവിടുത്തെ വിശിഷ്ട 2 വ്യക്തികളെ പരിചയപ്പെടാനുള്ളൊരു സാഹചര്യം വന്നത്. വേറെ ആരുമല്ല, ഈ ഷോപ്പിൻ്റെ തന്നെ ഓണേഴ്സാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ കാണാറുണ്ടെങ്കിലും നേരിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. ഇവിടെ വന്നപ്പോഴാണ് ചേട്ടന്മാർ നമ്മളുടെ അടുത്ത് സംസാരിക്കാൻ വരുന്നത്, നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞത് കേട്ടോ. അങ്ങനെ നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ സ്റ്റോറിയും ഇത് സ്റ്റാർട്ട് ചെയ്ത സംഭവങ്ങളും എത്ര നാളായി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പം ഇവരുടെ യൂണിറ്റ് കാണാനായിട്ട് നമ്മൾ പോകുന്നുണ്ട്. അത് ഈ വീഡിയോ കഴിയുമ്പോൾ ഞാൻ പറയാം. ഞങ്ങളൊരു 2-3 സാരി വിചാരിച്ച് വന്നാണ്, പക്ഷേ ഇവിടെ കളക്ഷൻസ് ഒരു രക്ഷയില്ല. അതെ, ഞങ്ങൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ വിചാരിച്ചതിൽ ഒത്തിരി കളക്ഷൻസും അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ച പ്രൈസ് റേഞ്ചിനേക്കാളും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന മോഡൽസ് ആണ് ആ റേഞ്ചിൽ കിട്ടിയത്. താങ്ക്സ് ടു താങ്ക്സ് നിങ്ങളോട് പറയുന്നത്. പെട്ടെന്നൊരു ന്യൂസാണ് കോട്ട, ഞാൻ ഉണ്ടായിരുന്നില്ല. എന്നാലും പെട്ടെന്ന് ഇവരുടെ വീഡിയോസ് ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. ഇപ്പോഴാണ് പറഞ്ഞ ചേച്ചിൻ്റെ ആശ്രയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നേരിട്ടും അതേ വൈബുള്ള ആൾക്കാരാണ് കേട്ടോ. സ്ഥിരം ഒരു ഫാമിലി പോലെയാണ് ഇവരുടെ വീഡിയോ കാണുന്നത്. നേരിട്ട് വരുമ്പോൾ അതേപോലെ ഫാമിലി പോലെ തന്നെയാണ് എല്ലാവരും കാണുന്നത്. ഒരുപാട് സ്റ്റാഫ്, ഒരുപാട് താങ്ക്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ഷോപ്പിംഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സർവീസൊക്കെ എങ്ങനെയാണ്? ഭയങ്കര ഇഷ്ടപ്പെട്ടു. സ്റ്റാഫൊക്കെ നല്ല എന്താ പറയുക, കസ്റ്റമർ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ പ്രേക്ഷകരോടും നിങ്ങളുടെ ഫാൻസ് എല്ലാവരോടും പറയണം, ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോകുന്നതോടും. ഞങ്ങൾ പുറത്ത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും വളയക്കാപ്പിന്റെ അടിപൊളിയാക്കണം. നിങ്ങളുടെ സ്വന്തം ഷോപ്പ് പോലെ വിചാരിക്കാം. അതേപോലെ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് അവരുടെയും സ്വന്തം ഷോപ്പ് പോലെ വിചാരിക്കാൻ പറഞ്ഞിട്ട് വരാം. സന്തോഷം ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലേ? ആണോ? അങ്ങനെയാണല്ലേ? അപ്പൊ ഒന്നും നഷ്ടമില്ലല്ലോ അല്ലേ? ദൈവത്തോടാണ് നന്ദി പറയുന്നത് ഞാൻ. നിങ്ങൾ ഇങ്ങോട്ട് അത് കാരണം നമുക്ക് വരാം. ഇങ്ങോട്ട് വന്നല്ലോ നിങ്ങൾ. ആ, കോട്ടയിൽ നിന്ന് ഇറങ്ങിയതാണല്ലേ? കുത്താമ്പടിന്നുള്ള തിരിച്ചു പോന്നു. അപ്പൊ ഇവിടേക്കാണ് കുത്താമ്പള്ളി ഗ്രാമത്തിന്റെ പേര് കേട്ട് വന്നാണല്ലേ? വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പൊ ഒത്തിരി പേര് പറഞ്ഞ് നമ്മളുടെ അടുത്ത് രാവിലെയാണ് പറഞ്ഞത് ഇവിടെ പോയിക്കോ, ഇവിടെ പോയി കഴിഞ്ഞാൽ. ഓ, അങ്ങനെ പറഞ്ഞല്ലോ അല്ലേ? സന്തോഷം. താങ്ക് യു. വീണ്ടും തന്നെ കേട്ടോ എല്ലാവരും. താങ്ക് യു. അപ്പൊ ബൈ. ആ ബാഗിലുണ്ടായിരുന്നല്ലോ. സോ നമ്മളുടെ ഷോപ്പിംഗ് ഇവിടുത്തെ കഴിഞ്ഞു. പക്ഷെ ഇവരുടെ തന്നെ ഗോഡൗൺ ഉണ്ട് ഇവിടെ അടുത്തായിട്ട്. അപ്പൊ അവിടെയാണ് നമ്മളിപ്പോ പോവാൻ പോകുന്നത് കേട്ടോ. എന്റെ പൊന്നെ, എത്ര വെറൈറ്റീസ് ഓഫ് സാരീസ് ആണ്, കളക്ഷൻസ് ഒരു രക്ഷയില്ല. ഞാൻ തന്നെ ഇങ്ങനെ കണ്ടിട്ടില്ല. അതെ അതെ. കസ്റ്റമർ സർവീസ് ഭയങ്കര ബെസ്റ്റ് കസ്റ്റമർ സർവീസ് ആയിരുന്നു. ഒന്ന് അമ്പിളി ചേച്ചി പ്രത്യേകിച്ച് അല്ലേ? ഗുഡ് മോർണിംഗ് സർ. അതൊക്കെ ഓരോ സ്ഥലങ്ങളും കണ്ടു പഠിക്കേണ്ടതാണ്. നമ്മൾ ഈ കസ്റ്റമർ സർവീസ് ഫീൽഡ് ആയതുകൊണ്ട് നമുക്കത് അറിയാം എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ്. അപ്പോളോയിലൊക്കെ പോകുമ്പോ കാണത്തില്ലേ, ഭയങ്കര സ്റ്റാൻഡേർഡ് ഫെയിൽ ചെയ്യുന്നു. അതന്നെ ഇവിടെ ആ ഒരു നോർമൽ ഒരു നല്ല ഒരു എന്താ പറയാ, ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളവരെല്ലാം, ഇൻക്ലൂഡിങ് ദ ഓണർ. നമ്മൾ സംസാരിച്ച ആളുണ്ടല്ലോ, ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ് ആള്. വന്ന വഴികളും കാര്യങ്ങളൊക്കെ നമ്മളടുത്ത് സംസാരിക്കുമായിരുന്നു. അപ്പം അത് തന്നെയാണ് അവരുടെ കസ്റ്റമേഴ്സിന് പറഞ്ഞു കൊടുക്കുന്നതും, എങ്ങനെ വരുന്ന കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ സംസാരിക്കണം, ബിഹേവ് ചെയ്യണം എന്നുള്ളത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് അവരുടെ. അതേപോലെ അവിടുത്തെ കളക്ഷന്റെ കാര്യത്തിലും ഒന്നും കോംപ്രമൈസ് ചെയ്തിട്ടില്ല.
അടിപൊളിയായിട്ടുണ്ട്. റേറ്റും വളരെ അഫോർഡബിൾ റേറ്റ്സ് മുതൽ സെലക്ട് ചെയ്യണ സമയത്ത് അവര് ഓരോ പ്രോഡക്ട്സ് കാണിക്കുമല്ലോ, ഓരോ സാരി ഷർട്ടൊക്കെ കാണിക്കണ സമയത്ത് ചില സ്ഥലത്ത് നമുക്ക് അതില്ല വേറെ വേണമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ചിലരുടെ ആ ഒരു സർവീസ് ചെയ്യുന്നവരുടെ മുഖം മാറും. ഇവിടെ അങ്ങനെ ഒരു ഇത് ആരുടെയും കണ്ടില്ല. എന്നതല്ല, നിനക്ക് റെഡ് ആണോ? അല്ല, നിനക്ക് ഓറഞ്ച് ചേരും. ആ സംഭവം ഇവിടെ ഇല്ല. നിനക്ക് ഗ്രീൻ ആണോ ഇഷ്ടം, പക്ഷെ നിനക്ക് ബ്ലൂ ആ ചേരുള്ളൂ. ആ സംസാരം ഇവിടെ ഇല്ല കേട്ടോ. നമുക്ക് എന്താണ് വേണ്ടത് അത് അവര് കറക്റ്റ് ആയിട്ട് എടുത്തു തരുന്നുണ്ട്. ആരെയോ കൊത്തുന്ന പോലെ കൊറേ പേരുണ്ട് അങ്ങനെ. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസും കൂടെയാണ്. അവർക്ക് എടുത്തു തരാൻ പറ്റില്ല. ചിലരങ്ങനെയാണ്. ലെസൺസ് ആണ് നമുക്ക് ഇതൊക്കെ. അത് നമുക്കെന്നല്ല, പറയുന്ന ആൾക്കാർക്ക് ഒരു അവർക്കത് എടുക്കാൻ വയ്യ, എടുക്കാനും ചെയ്യാനും വയ്യ. പക്ഷെ ഇത് എന്തെങ്കിലും എടുത്ത് നമ്മൾ അടിച്ചേൽപ്പിക്കണം. അതാണ് അവരുടെ പേരെടുത്ത് പറയുന്നില്ല. അതെ. അങ്ങനെ ഗോഡൗൺ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഇവരുടെ കൈത്തറി വ്യവസായമൊക്കെ നടക്കുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ കുറേ കൂടെ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ കണ്ട ഷോറൂമിൽ വരുന്നതിനേക്കാളും കൂടുതൽ ഓപ്ഷൻസ് ഇവിടെയാണ് ഉള്ളത്. പക്ഷെ ഇവിടേക്ക് അങ്ങനെ കസ്റ്റമേഴ്സ് ഒന്നും വരാറില്ല. നമ്മളിപ്പോൾ നേരിട്ട് ചേട്ടന്മാർ പറഞ്ഞ കാരണം കൊണ്ട് നമ്മളിവിടെ ഒന്ന് കാണാനായിട്ട് നമുക്കൊരു അവസരം തന്നു. അങ്ങനെയാണ് നമ്മളിവിടെ എത്തിയത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴും സത്യം പറഞ്ഞാൽ ഞെട്ടിച്ച് കളഞ്ഞു. ഇവിടെ അതിൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട് സത്യം. പക്ഷേ നമുക്കിവിടെ കസ്റ്റമേഴ്സ് വരാത്തത് കൊണ്ട് നമുക്ക് പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ കുറേ ബൾക്ക് ഓർഡേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വന്നിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെയുള്ള കസ്റ്റമേഴ്സൊക്കെ ഉണ്ടെങ്കിൽ വരുന്നുണ്ട് കേട്ടോ. നേരത്തെ ജ്യോതികയുടെ റെപ്ലിക്കല്ലേ ഇത്? ഒറിജിനലാണോ റെപ്ലിക്കയാണോ? റിപ്ലിക്കാണ്. ജ്യോതികൾക്ക് ഒറിജിനൽ ഇതാണ് ഇപ്പൊ എല്ലാ സ്ഥലത്തും. ഇത് ഭയങ്കര ട്രെൻഡിങ്. പക്ഷെ അത്രയും ബഡ്ജറ്റിൽ പോയില്ല. അവരെ കൊടുത്ത് പ്യൂർ ആണ്. ആ റേഞ്ചിൽ ഇവിടെ പോയില്ല. ഞങ്ങള് ഒരു ഷർട്ടിന്റെ ഫോട്ടോ കണ്ടില്ലേ, ഫ്രെയിം ഇട്ടിട്ടുള്ള അത് ഏകദേശം 24,000 രൂപയുടെ മാനുഫാക്ചറിംഗ് റേറ്റ്. അതിന്റെ റെഫറൻസ് ആണ് ആൾക്ക് ഞങ്ങൾ എടുത്തു കാണിച്ചു കൊടുത്തു. അതിന്റെ മെറ്റീരിയൽ ഉണ്ട്. അത് അടുത്തൊരു വിവിധ ഗോഡൗണിൽ ഇവിടെ ഡയറക്റ്റ്ലി വന്ന് പർച്ചേസിങ്ങിനുള്ള ഓപ്ഷൻ ഇല്ല. ബട്ട് എന്നിരുന്നാലും നമ്മുടെ ഷോറൂമിൽ അവിടെ നിങ്ങൾക്ക് ബൾക്കായിട്ട് സാരീസൊക്കെ പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ സാരീസ് അവിടെ സ്റ്റോക്ക് ഇല്ല എന്നാണെങ്കിൽ നേരെ നമുക്ക് ഇവിടെ വരാൻ പറ്റും. അപ്പോൾ ആർക്കും സാരി കിട്ടിയില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടാവില്ല. അതിനനുസരിച്ച് ബൾക്കായിട്ട് അവിടെ ഗോഡൗണിൽ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ഓരോ കളേഴ്സിന്റെ തന്നെ ഒരുപാട് സ്റ്റോക്സ് ആയിട്ട് ഇവിടെ അവൈലബിലിറ്റി ഉണ്ട് കേട്ടോ. ഒരു പാറ്റേണിൽ ഒന്നും മാത്രമല്ല, ഒത്തിരി നമുക്ക് അവൈലബിൾ ആണ്. ഡാൻസിന് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക്, ക്ലാസിക് ഡാൻസ് ഒക്കെ ഉള്ളവർക്ക് ഡെയിലി വെയർസിന് പറ്റുന്നതും അല്ലാതെ പ്രാക്ടിക്കൽ സാരീസ്, എന്താണ് പ്രാക്ടീസ് സാരീസ്, പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ളതല്ലേ, അങ്ങനത്തെ സാരീസ് ഫുൾ സാരി ആയിരിക്കണം കണ്ടിട്ട്. അതും എത്ര ഓപ്ഷൻസ്, യൂണിഫോം ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് യൂണിഫോം സാരീസും അവൈലബിൾ ആണ്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു കളക്ഷൻ. ഇവിടെ തന്നെ വേറെയുള്ള സാരിയുടെ യൂണിറ്റ് ആണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ 2 ചേട്ടന്മാരാണ് ചെയ്യുന്നത്. ബാക്കി എല്ലാവരും ലഞ്ച് ബ്രേക്കിന് പോയേക്കാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായി നമുക്ക് ഇതൊക്കെ നേരിട്ട് കാണുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പയ്യെ ഇറങ്ങാണ്. എല്ലാവരും കാണാനും പറ്റി, ചെയ്യുന്ന എല്ലാവരും മനസ്സിലാക്കാനും പറ്റി. അങ്ങനെ തിരിച്ച് നമ്മൾ പോകുന്ന വഴിക്ക് എഗെയിൻ നമ്മൾ AR ഹാൻഡ്ലൂംസിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെയാണ് പോകുന്നത്. കാരണം ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇപ്പോൾ അവർ ചെയ്യുന്ന വർക്ക്സ് എല്ലാം നടക്കുന്നത്. സാരി ഷോപ്പിംഗ് കഴിഞ്ഞു, നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡൊക്കെ കഴിക്കണം. സോ നമ്മളിപ്പോൾ ഇവരുടെ തന്നെ സാരി വീവ് ചെയ്തെടുക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോയത് കേട്ടോ. ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ്ലി ഇവർ തന്നെ മാനുഫാക്ചർ ചെയ്തിട്ടാണ് കുറേയൊക്കെ സാരികൾ കൊണ്ടുവരുന്നത്. പിന്നെ കുറേയൊക്കെ പട്ടു സാരികളുടെ വരുമ്പോഴാണ് വേറെ സ്ഥലത്തേക്കൊക്കെ ചെയ്യാൻ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവരുടെ തന്നെ എല്ലാം ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലല്ല, പല ഇതായിട്ട് കുറെ ഷോപ്സ് ഉണ്ട് ഇവിടെ. പക്ഷെ കുത്തമ്പള്ളി എന്ന് പറയുമ്പോ AR ഹാൻഡ്ലൂംസ് ഇവരുടെ എനിക്ക് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇനി സാരിക്ക് ഞാൻ വേറെ എവിടെയും പോവില്ല എന്നുള്ളത് ഞാൻ ഉറപ്പിച്ചു, തീരുമാനിച്ചു. എമർജൻസി വന്നാൽ കൂടെ എന്താ പറയാ, വരുന്നതായിട്ട് നേരത്തെ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടായില്ല. നമ്മള് ജസ്റ്റ് വരുന്നു, പർച്ചേസ് ചെയ്യുന്നു, പോകുന്നു, അത്രേ നമ്മള് വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാണാൻ പറ്റുന്ന പോലും നമ്മള് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരെ ഏറ്റവും അട്രാക്ട് ചെയ്തത് ആ കളക്ഷൻസിലാണ്. അതും ആ റേറ്റ്, നമ്മൾ വിചാരിച്ച റേറ്റില്
കളക്ഷൻസ് ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. നമ്മുടെ കയ്യിലുള്ള അഫോർഡബിൾ റേറ്റിന് ഉള്ള തരത്തിൽ 500-ന് താഴെ വരെ സാരി ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാലോ. അതിന് മുതലാണ്. നമുക്ക് ഏത് പ്രൈസ് റേഞ്ചിൽ നോക്കിയാലും അടിപൊളി കളക്ഷൻസ്. പട്ടിൻ്റെ ആണെങ്കിലും ജോർജറ്റ് ആണെങ്കിലും ടിഷ്യൂ ആണെങ്കിലും സെമി സിൽക്ക് ആണെങ്കിലും സോഫ്റ്റ് സിൽക്ക് ആണെങ്കിലും നമ്മൾ പുറത്ത് അല്ലാതെ വാങ്ങിക്കുന്നതിനേക്കാൾ ഇവിടെ ഹോൾസെയിൽ റേറ്റിനാണ് കൊടുക്കുന്നത്. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത കേട്ടോ. ഫങ്ഷൻസ് ഒക്കെ വരികയാണെങ്കിൽ ഇതുപോലെ ഇവിടെ വന്ന് ബൾക്കായിട്ട് എടുക്കുന്നതായിരിക്കും നിങ്ങൾക്കൊരു ബെറ്റർ ഓപ്ഷൻ. എന്താണെങ്കിലും ഇനി ഇവിടെ എന്താ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വീടെത്തിയിട്ട് ഇനിയും കാര്യങ്ങളുണ്ട്. കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്ത് തീർക്കാനുള്ള ഷെഡ്യൂൾസ് ഉണ്ട്. അപ്പം അത് തീർത്തിട്ട് വേണം ബാക്കി കാര്യങ്ങൾ. സോ ഒരു 4 മണിയാകുമ്പോഴേക്കും നമുക്ക് വീടെത്തണം. സന്തോഷമായി മാറുന്നാട്ടോ. സാരി ഞാൻ സെലക്ട് ചെയ്ത നിങ്ങളൊന്ന് ഗസ് ചെയ്യണം കേട്ടോ. ഞാൻ 2-3 ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതിലേതാ എടുത്തതെന്നുള്ളത് നിങ്ങൾ ഗസ് ചെയ്ത് നോക്കാം. അതിലിനി കുറച്ച് ഹാൻഡ് വർക്ക്സ് വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു സീക്രട്ടും കൂടി ഉണ്ട്. നമ്മൾ റിവീൽ ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്ന കാര്യം അത് വഴിയേ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. പിന്നെ ആൾക്കിടയും ചായൻ്റെ എടുത്തിരിക്കുന്നത് എൻ്റെ സാരിനോട് തന്നെ മാച്ച് ചെയ്യുന്ന രീതിയിലാണ്. അപ്പം ഗ്രീൻ എടുക്കാനുള്ള കാരണം അത് ഞാനിവിടെ പറഞ്ഞില്ല. സോ ഗ്രീൻ എന്നുള്ള സാരി ആ ഒരു കളർ ഏത് ഗ്രീൻ വേണമെങ്കിലും എടുക്കാം. പക്ഷെ ഗ്രീൻ കുറെ കൂടെ വളയക്കാപ്പിനൊക്കെ ആൾക്കാർ ഓപ്റ്റ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്താന്ന് വെച്ചാൽ നല്ലൊരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ എന്താ പറയുക ഭയങ്കര ഐശ്വര്യം അങ്ങനെയൊക്കെ കൊണ്ടുവരുന്ന സമയത്താണ് ഗ്രീൻ ചൂസ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അതാണ്. എന്നാ റെസ്റ്റോറൻറ്റിൽ കയറാം. ഫുഡ് കഴിച്ചിട്ട് പോവാം. അല്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ടാണ് ഗ്രീൻ. ഇപ്പൊ കുറെയൊക്കെ പേളിമാണി ആണെങ്കിലും മാളവിക ആണെങ്കിലും ഒത്തിരി പേര് നിങ്ങളുടെ യൂട്യൂബേഴ്സ് തന്നെ കണ്ടിട്ടുണ്ടാവും ഗ്രീൻ സാരി എടുക്കുന്നത് വളയക്കാപ്പിന്. അപ്പൊ അതിന്റെ റീസൺ ഞാൻ ഗൂഗിൾ ചെയ്തപ്പോഴാണ് കിട്ടിയത് കേട്ടോ. സോ അതുകൊണ്ടാണ് ഞാനും ഗ്രീൻ ഓപ്റ്റ് ചെയ്തത്. അവരുടെ കണ്ട് ഇത് എടുക്കാന്നല്ല, ആ കളറിലൊരു ഇതുണ്ട്, ശരിക്കും പറഞ്ഞ ഒരു സ്റ്റോറി ഉണ്ട്. ദാറ്റ്സ് ദ റീസൺ ഐ ചൂസ് ഗ്രീൻ. എന്താ അത്? എനിക്കും നിനക്കും ഭക്ഷണം തരുന്നത് പാലക്കാടിന്റെ ഭംഗി. യെസ്, വീടെത്തി. ഇനി വീടെടുക്കാനുള്ള ആവതില്ല. ക്ലാസ് ഉണ്ട്. ക്ലാസ് കഴിഞ്ഞിട്ട് കാണാം. ഇതിനൊക്കെ രസം പറയുമ്പോൾ ആ ചുമപ്പാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. പിന്നെ ഈ ഗോൾഡനും നല്ലതാ. ഗോൾഡനും പച്ചയും ഇതെല്ലാം നല്ലതാണ്. അതാ സെയിം മടക്കിലും വേറെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇത്തിരി ബിസി ആയതുകൊണ്ട് നേരെ വന്നതേ ക്ലാസ്സിന് ഇരിക്കേണ്ടത്. കാരണം നമുക്ക് 5 മണിക്ക് ക്ലാസ് പറഞ്ഞത്. ഇപ്പം തന്നെ 5:15 കഴിഞ്ഞു. അപ്പോൾ വേഗം ലിങ്ക് ഇപ്പം അയക്കും. അപ്പോൾ നമുക്ക് ജോയിൻ ചെയ്തിട്ട് ഒരു 1 hour സെഷൻ വേഗം എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ. അതായത് ഓരോ സന്ദർഭത്തിലും ഓരോ ടൈപ്സ് ഓഫ് സെന്റൻസ് ആണ്. എല്ലാ ഇക്വേഷൻസും we don't use the same type of questions. For different purpose, we have different types of. കുറേ പേർക്കുള്ളൊരു ബുദ്ധിമുട്ടാണ് സംസാരിക്കുമ്പോൾ ഇനി തെറ്റിപ്പോയാലോ, അതേപോലെ എഴുതുമ്പോഴാണെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നാലോ, അങ്ങനെയുള്ള കുറേ പേടിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അവർക്കൊക്കെ ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ് ഇൻ്റർവെൽസിൻ്റെ ഈ സ്പീക്ക് പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കോഴ്സ്. കാരണം വേറൊന്നുമല്ല, എനിക്ക് ഇതുപോലെ ആദ്യത്തെ സമയത്ത് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ പിന്നെ കുറച്ചും കൂടി ഇതിനെക്കുറിച്ച് പഠിക്കണം എന്നൊരു ആഗ്രഹം വന്ന് ഞാനിവിടെ ജോയിൻ ചെയ്തത്. അപ്പോൾ എൻ്റെ ഇംഗ്ലീഷ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി എന്നെ ഇവിടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആസ് യു ക്യാൻ സീ, എനിക്കിവിടെ ക്ലാസ്സിൽ ആകെ ഞാൻ മാത്രമേ ഉള്ളൂ. അതേപോലെ എനിക്ക് വേണ്ടിയിട്ട് ഒരു പേഴ്സണൽ ട്യൂറ്ററാണ് കൂടെ
കൂടെയുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഡൗട്ട്സ് ചോദിക്കാനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇനി കളിയാക്കുമോ എന്ന് ഓർത്തിട്ട് പേടിച്ചിരിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നില്ല. കാരണം അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ട്രെയിനറാണ് നമുക്ക് ക്ലാസ് എടുത്ത് തരുന്നത്. എന്തായാലും ഞാൻ ഇൻ്റർവെൽസിൻ്റെ ക്ലാസ്സിൽ ഒത്തിരി സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഒത്തിരി പേര് ഇപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ഇംഗ്ലീഷിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്, കോഴ്സ് എവിടെയാണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കുറേ പേര് പഠിച്ചിറങ്ങിയവരും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇവിടുത്തെ വേറൊരു അഡ്വാൻറ്റേജ് ആണ്, ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് ജോലിയൊന്നും ഓക്കെ ആയിട്ടില്ല, ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവാത്തതുകൊണ്ട് ഓക്കെ ആയിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ 1 hour നമുക്ക് ഡെയിലി ഒരു 1 hour മാറ്റി വെച്ച് ഇൻ്റർവെൽസിൻ്റെ ECPC കോഴ്സിലൂടെ നമുക്കിവിടെ ഓൺലൈനായിട്ട് ട്യൂട്ടറായിട്ട് കയറാനും സാധിക്കും. അതിനും ഇൻ്റർവെൽസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഏജ് ലിമിറ്റ് ഇല്ല കേട്ടോ. ഇവിടെ കോഴ്സിന് ജോയിൻ ചെയ്യണമെങ്കിൽ കൊച്ചു കുട്ടികൾ മുതൽ അതേപോലെ മുതിർന്നവർ വരെ ഏജ് ലിമിറ്റ് ഇല്ലാതെ ആർക്കും ഇവിടെ പഠിക്കാം. നമുക്ക് നമ്മുടെ കൺവീനിയൻറ്റ് ടൈം അനുസരിച്ചിട്ട് തന്നെ നമുക്ക് കോഴ്സിന് ജോയിൻ ചെയ്യാം കേട്ടോ. അത് ഡയറക്റ്റായിട്ട് കോഴ്സിലേക്ക് എടുക്കുകയല്ല ചെയ്യുന്നത്. നമ്മളുടെ ഇംഗ്ലീഷ് ലെവൽ നോക്കിയിട്ടാണ് അവരൊരു ഇൻ്റർവ്യൂ എടുത്തിട്ടാണ് നമ്മൾ കോഴ്സിന് ജോയിൻ ചെയ്യിപ്പിക്കുക. ആവറേജ് ആണോ, ബിലോ ആവറേജ് ആണോ, അഡ്വാൻസ്ഡ് ആണോ, എന്താണോ നമുക്ക് വേണ്ട നീഡ് അതനുസരിച്ചിട്ടായിരിക്കും കോഴ്സ് ഇവർ പ്ലാൻ ചെയ്യുന്നത്. കോഴ്സിന് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വിളിച്ച് എൻക്വയറി ചെയ്യാം. അതേപോലെ ഇൻസ്റ്റാഗ്രാം പേജും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. സെഷൻ അവസാനിച്ചു. സോ ഇൻ്റർവെൽസിനെ പറ്റി പറയാനാണെങ്കിൽ എൻ്റെ മുൻപത്തെ വ്ളോഗ്സിലും അല്ലാതെ ഷോർട്സിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇൻ്റർവെൽസിൻ്റെ സ്പീക്ക് പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള സ്പീക്ക് ഇംഗ്ലീഷ് കോഴ്സാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ച് നാളായി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഫ്ലുവൻ്റ് ആണെങ്കിലും നമ്മൾ ഇംഗ്ലീഷ് അഡ്വാൻസ്ഡ് ആക്കാൻ നോക്കുന്നവർക്ക് ഹെൽപ്ഫുൾ ആകുന്ന നല്ലൊരു ഓൺലൈൻ ക്ലാസ് ആണ്. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒരു ഇൻഡിവിജ്വൽ ട്യൂട്ടറായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മുടെ കൺവീനിയൻറ്റ് ടൈമിനനുസരിച്ചിട്ടാണ് ക്ലാസ്സുകൾ ഷെഡ്യൂൾ ചെയ്യുക. ഇപ്പം തന്നെ അതാ നോക്ക്, ഇന്ന് ഞാൻ എല്ലാം കഴിഞ്ഞ് എൻ്റെ ഷെഡ്യൂൾസ് എല്ലാം കഴിഞ്ഞ് എനിക്ക് കിട്ടിയ ഒരു ഫ്രീ ടൈമിലാണ് ഞാൻ അവരെ ഇൻഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കൺവീനിയൻറ്റ് ടൈമിനനുസരിച്ചിട്ട് ഒരു ഇൻഡിവിജ്വൽ ട്യൂട്ടർ നമുക്ക് വേണ്ടി ഒരു ക്ലാസ്സാണ് ഷെഡ്യൂൾ ചെയ്ത് തരുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റും. ഇപ്പം എനിക്ക് കിട്ടുന്ന ടൈം അനുസരിച്ചിട്ട് ഞാൻ പറയുന്ന പോലെ ആട്ടോ എൻ്റെ ക്ലാസ്സുകളെല്ലാം വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാരും ഒക്കെ പഠിക്കുന്നുണ്ട്. ഈ സ്പീക്ക് പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് എടുത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ലെവലിലാണെങ്കിലും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് അഡ്വാൻസ്ഡ് ആണോ, അതല്ലെങ്കിൽ ആവറേജ് ആണോ, അതല്ലെങ്കിൽ ഒട്ടും ഫ്ലുവൻ്റ് അല്ലേ, ഇതൊക്കെ നോക്കിയൊരു നമ്മുടെ ഒരു ഇൻ്റർവ്യൂ പോലെ അവരൊരു സെഗ്മെൻറ്റ് വെച്ചിട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ ലെവൽ നോക്കിയിട്ടായിരിക്കും അവർ ഓരോന്ന് തരിക. ഇനി നമുക്ക് ബേസിക്കിന്ന് മുതൽ ക്ലാസ് വേണമെങ്കിൽ അതും ഉണ്ട്, അഡ്വാൻസ്ഡ് വേണമെങ്കിൽ അതും ഉണ്ട്. ഇപ്പോൾ ജോബിനൊക്കെ ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ലാംഗ്വേജ് ഫ്ലുവൻ്റ് അല്ലെങ്കിൽ അവരുടെ കുറച്ചും കൂടി നന്നായിട്ട് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഫ്ലുവൻ്റ് ആക്കണം, അല്ലെങ്കിൽ നല്ല അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് ആയിരിക്കണം എന്നൊക്കെ ഉള്ളവർക്ക് അങ്ങനത്തെ കോഴ്സ് എടുക്കാം. ഇനി അതല്ല ഗ്രാമറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും ബേസിക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും അങ്ങനെയും ഉണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസും. അതുപോലെ ടൈമിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും പേഴ്സണൽ ട്യൂട്ടറിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം നല്ലൊരു എനിക്ക് പ്ലസ് പോയിന്റ് ആയി തോന്നിയ ഒരു ഇംഗ്ലീഷ് കോഴ്സ് ആയതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് കേട്ടോ. ഇന്ന് നൈറ്റ് പുറത്തുനിന്നാവാം ഫുഡ് എന്ന് വിചാരിച്ചു. ചെറിയൊരു നൈറ്റ് ഔട്ട്. ഹെവി ആയിട്ടൊന്നും ഓർഡർ ചെയ്യാൻ പറ്റിയില്ല. ലൈറ്റായിട്ടൊരു സ്റ്റീക്കും ഒരു ഹോട്ട് ചോക്ലേറ്റും അതായിരുന്നു ഇന്നത്തെ ഡിന്നർ. എന്നാലും നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്യാം. നമുക്ക് പാടാനൊന്നും അറിയില്ല. നമ്മളൊരു ട്രൈ ചെയ്യുന്നു അത്ര തന്നെ. അതിനകത്ത് സ്വരശബ്ദങ്ങൾ, ശ്രുതി, താളം അതൊന്നും ഞങ്ങൾക്കറിയില്ല കേട്ടോ. ബട്ട് സ്റ്റിൽ ഞങ്ങളുടെ വേർഷനിൽ പാടും. പാട്ടിനെ കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ പറയുള്ളൂ, പാട്ടിനെ കൊല്ലുന്നു. അത് മാത്രമല്ലല്ലോ, ഞാൻ വീഡിയോ ഓൺ ചെയ്യണതിന് മുന്നേ അത്യാവശ്യം പാടാം. ഇപ്പൊക്കെ ബെറ്റർ ഉണ്ട്. അത് വേണ്ട. മൂന്നാമത്തെ നീ പാട്. അപ്പൊ ഞാൻ നീ പാടാം.
തന്നെ ഞാൻ കൂടെ കേറി ഇറങ്ങി പോണത്. അതന്നെ അതൊക്കെ ഞാൻ പറയണേ. അത് ശരി. ഇപ്പൊ എനിക്ക് അറിഞ്ഞിട്ടാണോ ഞാൻ പാടി? ആ മതി. അവര് വിചാരിക്കും പാട്ടിനെ കൊന്നോണ്ടിരിക്കണം, ഒന്ന് നിർത്തിപ്പോടേന്ന്. ഓ അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അങ്ങോട്ട് ബ്ലോക്ക് ഉള്ളത് കാരണം കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വറി ചെയ്യേണ്ട ആവശ്യമില്ല. സോ my god, yeah, so we just had our dinner and done for the day. എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ച് ഇന്ന് ജസ്റ്റ് ഒരു നൈറ്റ് ഔട്ട്, നോർമൽ നൈറ്റ് ഔട്ട് അല്ലെങ്കിൽ ഇടയ്ക്ക് പോകുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയുള്ളൂ. ഇന്നത്തെ വ്ലോഗ് അപ്പൊ ഇന്നത്തെ വ്ലോഗ് വൈൻഡിങ് അപ്പ് ഹിയർ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.